നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകളാണ്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ നമ്മുടെ സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ പല കേസുകളിലുമായിട്ട് നമ്മളത് തെളിയിക്കാൻ വേണ്ടി നടക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും നമ്മൾ കടകളിലൊക്കെ പോയി സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ കടക്കാർക്ക് കൊണ്ടു കൊടുക്കുന്ന ആൾ ജസ്റ്റ് കൊണ്ടുകൊടുത്ത് അവർ ക്യാഷ് കൊടുത്ത് ആ ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാകും. പക്ഷേ വാങ്ങാൻ വരുന്ന ആൾ ആ മൊബൈൽ ഫോൺ വാങ്ങി അതിനകത്ത് സിം കാർഡ് ഇടുമ്പോഴാണ് ആ മൊബൈൽ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കേസിൽ പെട്ട് കിടക്കുകയാണൊക്കെ നമ്മളറിയാം. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യമാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണണം, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡയലർ എടുക്കുക. ഡയലർ എടുത്തതിന് ശേഷം ഇനി പറയുന്ന കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. *# എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 06 എന്ന് ടൈപ്പ് ചെയ്ത് ഒരു # ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾക്ക് കിട്ടും. 2 സിം കാർഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ 2 IMEI നമ്പർ കിട്ടും. ഒരു സിം കാർഡ് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു IMEI നമ്പർ കിട്ടും. ഈ IMEI നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ IMEI ചെക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണിക്കുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ബ്ലൂ കളറിലെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ IMEI നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു ഭാഗത്ത് ഇവിടെ കാണുന്ന എൻ്റർ IMEI എന്ന് കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഈ ക്യാപ്ച കോഡ് സെലക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതായത് ആ മൊബൈൽ ഫോൺ എന്തെങ്കിലും കേസോ മറ്റ് കംപ്ലയിൻറ്റുകളോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു IMEI നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ലിസ്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറ്റിയാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണ് നിങ്ങളുടെ സിം കാർഡ് ഇടുമ്പോൾ നിങ്ങളുടെ ഡാറ്റയായിരിക്കും കളക്ട് ചെയ്യപ്പെടുക. അവിടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനോ മറ്റ് കേസുകളുടെ പിന്നാലെ ഓടി നടക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.